ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിൽ കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഇന്ന് 130 പോയിൻറ്റ്സ് ഉയർന്ന് 24,750 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 84 പോയിൻറ്റ്സ് ഉയർന്ന് 55,760 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 378 പോയിൻറ്റ്സ് ഉയർന്ന് 58,303 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 175 പോയിൻറ്റ്സ് ഉയർന്ന് 18,432 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 15.08 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 443 പോയിൻറ്റ്സ് ഉയർന്ന് 81,442 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് പൊതുവെ ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് പോയത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,382 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. എന്നാൽ FII 208 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ FII എന്നാൽ 1,076 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 4.53% റാലി നടത്തി. ട്രെൻഡ് 3.15% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 3.05%, പവർ ഗ്രിഡ് 2.01%, ICICI ബാങ്ക് 1.77%, ശ്രീറാം ഫിനാൻസ് 1.43%, റിലയൻസ് 1.35%, അൾട്രാസിംകോ 1.33%, സിപ്ല 1.23% ആൻഡ് അദാനി പോർട്സ് 1.17% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.39% കുറവ് കണ്ടു. ടാറ്റ കൺസ്യൂമർ 1.07% കുറവ് കണ്ടു. ആക്സിസ് ബാങ്ക് 0.94% കുറവുണ്ടായി. ബജാജ് ഫിനാൻസ് 0.69%, ബജാജ് ഫിൻസർവ് 0.57%, ഹീറോ മോട്ടോകോപ്പ് 0.56%, കോട്ടക് ബാങ്ക് 0.37%, ഏഷ്യൻ പെയിൻ 0.31%, ഏഷ്യ മോട്ടോഴ്സ് 0.29% ആൻഡ് M&M 0.28% കുറവാണെന്ന് കണ്ടത്. ഈ ന്യൂസിൽ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,010 നിഫ്റ്റി നിന്നിരുന്നത്. അവിടെ നിന്ന് 24,750 നിൽക്കുമ്പോൾ 33.08% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 നിഫ്റ്റി ഇന്ന് 24,750 ക്ലോസ് ചെയ്യുമ്പോൾ 4.25% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ നിഫ്റ്റി 24,716 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,542 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,620 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 24,750 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,549 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,038 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നിവ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെയും നിഫ്റ്റി ഹെൽത്ത് കെയറും നിഫ്റ്റി ഫാർമ ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എബവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,306 ക്ലോസ് ചെയ്യുമ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 90 പോയിൻറ്റ്സ് വരുന്നു 35,824 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിൻ സർവീസ് 26,387 ക്ലോസ് ചെയ്യുമ്പോൾ 122 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 101 പോയിൻറ്റ്സ് ഉയർന്ന് 55,632 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 148 പോയിൻറ്റ്സ് ഉയർന്ന് 14,040 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 52 പോയിൻറ്റ്സ് ഉയർന്ന് 9,021 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,107 ക്ലോസ് ചെയ്യുമ്പോൾ 169 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1725 ക്ലോസ് ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 54 പോയിൻറ്റ്സ് ഉയർന്ന് 9231 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 29 പോയിൻറ്റ്സ് ഉയർന്ന് 11,382 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 272 പോയിൻറ്റ്സ് ഉയർന്ന് 21,644 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 7,059 ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് 41 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 17 പോയിൻറ്റ്സ് ഉയർന്ന് 993 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ 6 ജൂണിന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡേറ്റ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. നോൺ ഫാം പേറോൾ ഡേറ്റ ഫ്രം USA 6 ജൂൺ നാളെയാണ് വരുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ.